എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് തിരുവനന്തപുരത്തുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീകണ്ഠേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. തിരുവനന്തപുരം നഗരമധ്യത്തിലായിട്ടാണ് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആരാധനാലയമായിരുന്നു ഈ ശിവക്ഷേത്രം. ഐതിഹ്യപ്രകാരം അടിച്ചുതളിക്കാരിയായ സ്ത്രീക്ക് ദർശനം ലഭിച്ചതുകൊണ്ട് സ്ത്രീകണ്ഠ ഈശ്വരൻ എന്ന നിലയിൽ ശ്രീകണ്ഠേശ്വരൻ എന്ന് അറിയപ്പെടുകയാണുണ്ടായതത്രേ. സ്വയംഭൂ സങ്കല്പത്തിലുള്ള ശിവൻ്റെ ക്ഷേത്രത്തിന് സ്വർണ്ണക്കൊടിമരമുണ്ട്. ദർശനം കിഴക്കോട്ടാണ്. തെക്കു കന്നിമൂലയിൽ ഗണപതി, അതിന് പിറകിലായി മൂശേട്ടയുമുണ്ട്. അതിനടുത്ത് തന്നെ നാഗം. അകത്ത് ചുറ്റമ്പലത്തിനുള്ളിൽ അയ്യപ്പൻ, ആൽച്ചുവട്ടിൽ ശ്രീകൃഷ്ണൻ. കിഴക്കേ മണ്ഡപത്തിലെ തൂണിലായി ഹനുമാൻ്റെ സാന്നിധ്യമുണ്ട്. ക്ഷേത്രത്തിനടുത്ത് കാണുന്ന മറ്റൊരു ദേവീക്ഷേത്രം പണ്ട് ബ്രഹ്മസ്വം മഠമായിരുന്നത്രേ. അഭീഷ്ടസിദ്ധിക്കായി 41 ദിവസം തുടർച്ചയായി ഇവിടെ വന്ന് നിർമാല്യ ദർശനം നടത്തിപ്പോരുന്നവർ നിരവധിയാണ്. ദീപാരാധനയ്ക്ക് മുൻപ് നടത്തുന്ന അലങ്കാരത്തിന് നടേശാലങ്കാരം എന്നാണ് പറയുന്നത്. നടരാജ വിഗ്രഹത്തിൽ ചന്ദനം ചാർത്തി അകത്തു വയ്ക്കുന്ന ചടങ്ങാണിത്. ധനുമാസത്തിൽ തിരുവാതിര ആറാട്ട് വരത്തക്ക വിധം 10 ദിവസത്തെ ഉത്സവത്തിൽ 5-ാം ദിനത്തിലാണ് രാത്രി ഋഷഭവാഹനത്തിലുള്ള ദേവൻ്റെ എഴുന്നള്ളത്ത്. ശിവരാത്രി നാൾ ഉദയം തൊട്ട് പിറ്റേന്ന് ഉദയം വരെ ഘൃതധാരയുണ്ടാകും. മറ്റു ധാരകൾ അന്ന് നടത്തില്ലത്രേ. ഇവിടെ രാത്രിയിൽ ഓരോ യാമത്തിലും പ്രത്യേകമായ പൂജയുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താമോ?